Hello my dear students, welcome back to Corporate Regulation 20th session. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പനിയുടെ പ്രോസ്പെക്ടസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കാം. ആദ്യം പറയുന്നത് ഡീംഡ് പ്രോസ്പെക്ടസ്, അതായത് നമ്മളെല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു പ്രോസ്പെക്ടസ് എന്നുള്ള രീതിയിലാണ് ഡീംഡ് പ്രോസ്പെക്ടസ് വരുന്നത്. അതായത് നമ്മുടെ കമ്പനി ആക്ട് 2013 സെക്ഷൻ 25 പ്രകാരമാണ് ഡീംഡ് പ്രോസ്പെക്ടസ് ഫോം ചെയ്തിട്ടുള്ളത്. ഒരു കമ്പനി അതിൻ്റെ സെക്യൂരിറ്റീസ്, ഷെയർസോ ഡിബെഞ്ചേഴ്സിനെ പൊതുവായിട്ട് പറയുന്നതാണ് സെക്യൂരിറ്റീസിനെ പബ്ലിക്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അലോട്ട് ചെയ്യാണ്. ഇത്ര ഷെയർസ് അല്ലെങ്കിൽ ഇത്ര ഡിബെഞ്ചേഴ്സ് നമ്മൾ പബ്ലിക്കിന് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അലോട്ട് ചെയ്യാണ്. ആ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ഡീം പ്രോസ്പെക്ടസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം അത് എന്താണ്, പബ്ലിക്സിന് അവരുടെ സെക്യൂരിറ്റീസ് സെയിലിന് ഓഫർ ചെയ്യാണ് ആ ഡോക്യുമെൻറ്റ്. അപ്പം ആ അലോട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ഡീം പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പം ആ ഡോക്യുമെൻ്റ് ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് അറിയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രോസ്പെക്ടസിൻ്റെ എല്ലാവിധ ലയബിലിറ്റീസും ആ ഡോക്യുമെൻറ്റിൽ ഫോം ചെയ്യും. എക്സാമ്പിൾ പറയുകയാണ്, സിബി വേഴ്സസ് കുന്നംകുളം പേപ്പർ മിൽസ് ലിമിറ്റഡ്. ഇവിടെ ഈ കമ്പനി ഒരു എക്സിസ്റ്റിംഗ് മെമ്പറിന് വേണ്ടിയിട്ട് കുറച്ച് റൈറ്റ്സ് ഇഷ്യൂ ചെയ്തു. അത് മറ്റുള്ള മെമ്പേഴ്സിൻ്റെ ഒരു ഫേവറിങ് എതിർത്തുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ ആ ഒരു ഈ മറ്റുള്ള മെമ്പറും എല്ലാവരും പബ്ലിക്സ് തന്നെയാണല്ലോ. സോ അവർക്ക് ഒരാൾക്ക് വേണ്ടി അലോട്ട് ചെയ്തത് പിന്നീട് ഡീംഡ് പ്രോസ്പെക്ടസായി മാറി. കാരണം മറ്റുള്ള ആൾക്കാർ 50-ൽ കൂടുതൽ പേരുണ്ടായിരുന്നു. അതാണ് ഒരു കേസ്. ഇനി ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് അത് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ കമ്പനിയോ ബാങ്കോ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പം ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയോ ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേറൊരു കമ്പനിക്ക് ബിഹാഫായിട്ട് ചെയ്യണതാണല്ലോ ഷെൽഫ് പ്രോസ്പെക്ടസ്. അപ്പോൾ അതുകൊണ്ട് ഈ യഥാർത്ഥ കമ്പനിക്ക് സെപ്പറേറ്റ് വേറെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, പിന്നെ അതുമാത്രമല്ല, വേറെ ഫ്യൂച്ചറിൽ അവർക്ക് വേറെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 31 പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ചില റെഗുലേഷൻസ് ഉണ്ട്. അത് നമ്മുടെ സിബി, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ഫോം ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം ഓരോ കമ്പനിക്ക് ഇതുപോലെ ഷെൽഫ് പ്രോസ്പെക്ടസ് ഫോം ചെയ്യാനുള്ള റെഗുലേഷൻസ് പ്രകാരം മാത്രമേ അവർക്കിത് ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത് കൃത്യമായിട്ട് നമ്മുടെ രജിസ്ട്രാറിനെയൊക്കെ അറിയിച്ചിരിക്കുകയും വേണം. പിന്നെ വരുന്നതാണ് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ്. എന്താണ് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ, ഒരു കമ്പനി അവരുടെ യഥാർത്ഥ പ്രോസ്പെക്ടസ് ഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ ഇങ്ങനെ സെക്യൂരിറ്റീസ് അവരുടെ കമ്പനിയുടെ ഇഷ്യൂ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കാണിക്കുന്നതാണ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്. ഈ പ്രോസ്പെക്ടസിൽ ഒരിക്കലും ആ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസോ അതിൻ്റെ എത്ര എണ്ണം എന്നുള്ള ആ ഒരു അളവൊന്നും പറയുന്നുണ്ടാവില്ല. എത്ര ഷെയർസ് അല്ലെങ്കിൽ എത്ര ഡിബെഞ്ചേഴ്സെന്നോ എത്ര പ്രൈസിനാണ് കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ ഇഷ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം കാണിക്കുന്നതാണ് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനിക്ക് റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് അവർ യഥാർത്ഥ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ടാണ് അവർ ശരിക്കുള്ള പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് നമ്മൾ രജിസ്ട്രാറിൻ്റെ മുമ്പിൽ 3 ദിവസം മുന്നെയെങ്കിലും നമ്മൾ അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്താണ് ഓഫർ ചെയ്യാൻ പോണത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കണം. ഓക്കെ, ഇനി വൺസ് ഈ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് യഥാർത്ഥ പ്രോസ്പെക്ടസ് ഉണ്ടാക്കുമ്പോൾ അതിൽ വേരിയേഷൻസ് വരാൻ പാടില്ല. റെഡ് ഹിയറിംഗിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിലായിരിക്കണം യഥാർത്ഥ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കേണ്ടത്.
സപ്പോസ് ഇപ്പോൾ റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് ഇറക്കി അത് കഴിഞ്ഞിട്ട് യഥാർത്ഥ പ്രോസ്പെക്ടസ് ഇറക്കാൻ പോവുകയാണ്. പക്ഷേ അപ്പോഴേക്കും അവരെന്ത് ചെയ്തു, വേണ്ട ഇനി നമ്മൾ ഓഫർ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ഇറക്കുന്ന പ്രോസ്പെക്ടസിൽ അവർ കറക്റ്റായിട്ട് സ്റ്റേറ്റ് ചെയ്യണം. എന്താണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്, അവർ ക്യാപിറ്റൽ എങ്ങനെയാണ് റേസ് ചെയ്തത്, അതെങ്ങനെയാണ്, ഏത് രീതിയിലുള്ള ഡെപ്റ്റ്സ് ആണ് അതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തത്, ഷെയർ ക്യാപിറ്റൽ എങ്ങനെയാണ് ഫോം ചെയ്തതെന്നുള്ളത് വ്യക്തമാക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അവർ സെക്യൂരിറ്റി ക്ലോസ് ചെയ്തപ്പോൾ ആ സെക്യൂരിറ്റിയുടെ പ്രൈസിങ് എങ്ങനെയാണ് ക്ലോസ് ചെയ്തത്. ഓക്കെ. ഇത്തരം കാര്യങ്ങൾ അവർ തീർച്ചയായിട്ടും ഈ പറയുന്ന രജിസ്ട്രാറുടെ അടുത്തും സിബിയിലും അറിയിച്ചിരിക്കേണ്ടതാണ്. അപ്പം ഒരു അപ്ലിക്കൻ്റ് അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ഈ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ 60 പ്രകാരം ഓക്കെ അയാളുടെ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യാം. സപ്പോസ് ഈ രീതിയിൽ സെക്യൂരിറ്റീസൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാം. അത് 7 ദിവസം ഇൻറ്റിമേഷനിലൂടെയാണ് വിഡ്രോ ചെയ്യേണ്ടത്. ഓക്കെ. അത് റൈറ്റിങ്ങിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വേണം. പിന്നെ എബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത് ശരിക്കും നമ്മുടെ യഥാർത്ഥ പ്രോസ്പെക്ടസിൻ്റെ ഒരു സമ്മറിയാണ്. അത് നമ്മുടെ രജിസ്ട്രാറിൻ്റെ അടുത്ത് നമ്മൾ ഫയൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രോസ്പെക്ടസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വ്യക്തമായിട്ട് തരുന്നതാണ് എബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. അപ്പോൾ എബ്രിഡ്ജ് പ്രോസ്പെക്ടസിലെ എല്ലാ ഇൻഫർമേഷൻ നമ്മുടെ പ്രോസ്പെക്ടസിനെ കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് അതിൽ വളരെ നല്ല രീതിയിൽ വ്യക്തമായിട്ട് സുതാര്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്റർക്ക് ഈ ഒരു എബ്രിഡ്ജ് പ്രോസ്പെക്ടസ് വെച്ചുകൊണ്ട് വളരെ കൺവീനിയൻ്റ് ആയിട്ടും ക്വിക്കായിട്ടും മനസ്സിലാക്കി യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, പ്രോസ്പെക്ടസ് വാങ്ങിക്കാം. കമ്പനി ആക്ട് 2013 സെക്ഷൻ 33 പ്രകാരം നമ്മളുടെ ഏതൊരു കമ്പനി അതായത് സെക്യൂരിറ്റീസ് ഫോം ചെയ്യുന്നുവോ, അവർ പർച്ചേസിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നു, അവർ തീർച്ചയായിട്ടും ആ കമ്പനി അവരുടെ പ്രോസ്പെക്ടസ് കൂടാതെ എബ്രിഡ്ജ് പ്രോസ്പെക്ടസ് ഫോം ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാ യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ഇൻഫർമേഷൻസ് ഒരു ഇൻവെസ്റ്റർക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഈ എബ്രിഡ്ജ് പ്രോസ്പെക്ടസ് വരുന്നത്. അത് വെച്ചുകൊണ്ട് ഒരു ഇൻവെസ്റ്റർക്ക് വളരെ റാഷണൽ ആയിട്ടുള്ളൊരു തീരുമാനം പബ്ലിക് ഇഷ്യൂ ആയിട്ടുള്ള ഈ ഒരു ക്യാപിറ്റലിൽ എങ്ങനെ തനിക്ക് ഇൻവോൾവ് ആവാം എന്നുള്ളതെക്കുറിച്ചൊരു തീരുമാനം അയാൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എല്ലാ പബ്ലിക് കമ്പനീസും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അവർക്ക് ഒന്നില്ലെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പ്രോസ്പെക്ടസിന് പകരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാം. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ല്യൂ ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതായത് പ്രോസ്പെക്ടസിന് പകരം പ്രോസ്പെക്ടസിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത് പ്രൈവറ്റ് കമ്പനിക്ക് ഇത് നിർബന്ധമല്ല. പക്ഷേ ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഇവർ ഈ പറയുന്ന പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരെന്ത് ചെയ്യണം, ദേ ഷുഡ് ഫയൽ എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ല്യൂ ഓഫ് പ്രോസ്പെക്ടസിന് പകരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ കമ്പനി ആക്ട് 2013 സെക്ഷൻ 70 വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രോസ്പെക്ടസിൽ എന്തൊക്കെ കണ്ടൻസ് ആണ് വരേണ്ടത്? നമ്മൾ പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യാനും അത് ഇഷ്യൂ ചെയ്യുമ്പോഴും ഒരു പബ്ലിക് കമ്പനി പ്രത്യേകിച്ച് അതിൻ്റെ സൈന്, ഡേറ്റ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇൻഫർമേഷൻസ് ആവശ്യമുള്ളത് അതൊക്കെ അതിൽ കൃത്യമായിട്ട് കണ്ടെയ്ൻ ചെയ്തിരിക്കണം എന്നുള്ളത് കമ്പനി ആക്ട് 2013 സെക്ഷൻ 26 പറയുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് പ്രോസ്പെക്ടസിൽ ഈ പറയുന്ന കമ്പനിയുടെ പേര്, അതിൻ്റെ രജിസ്റ്റേർഡ് അഡ്രസ്സ്, ഓഫീസിൻ്റെ, പിന്നെ അവരുടെ സെക്രട്ടറി, ഓഡിറ്റർ, ലീഗൽ അഡ്വൈസർ, ബാങ്ക്, ട്രസ്റ്റി, ഇവരുടെ ഡീറ്റെയിൽസ്, പിന്നെ അവർ എന്താണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്, ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, അതിൻ്റെ ഓപ്പണിങ്, ക്ലോസിങ്, പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, എന്തൊക്കെയാണ് ഇഷ്യൂസ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സിൻ്റെ, അതിൻ്റെ റെസിപ്റ്റ്സ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ യൂട്ടിലൈസേഷൻ, ഈ പൈസ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നു, നോൺ യൂട്ടിലൈസേഷൻ എങ്ങനെയാണ് പ്രീവിയസ് ഇഷ്യൂസിൻ്റെ വന്നിട്ടുള്ളത്, അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. പിന്നെ നമ്മളുടെ ഈ ഒരു പ്രോസ്പെക്ടസിൽ ഇഷ്യൂസ് പബ്ലിക്ലി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ അനുവാദം, അവരുടെ കൺസേൺ ഓഡിറ്റേഴ്സിൻ്റെ, ബാങ്കേഴ്സിൻ്റെ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് എല്ലാം അതിലുണ്ടാവണം. പിന്നെ ഇത് നമ്മുടെ ഇഷ്യൂസ്, അതോറിറ്റി ഫോർ ദ ഇഷ്യൂ, ആരാണിത് ഇഷ്യൂ ചെയ്യുന്നവർ, അതോറിറ്റീസ്, അതിനുള്ള റെസൊല്യൂഷൻ എപ്പോഴാണ് പാസ് ചെയ്തത് അത്, പിന്നെ പ്രൊസീജിയേഴ്സ് ആൻഡ് ടൈം ഷെഡ്യൂൾസ്, ഈ പറയുന്ന ഇഷ്യൂസിൻ്റെ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത്,
പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഏത് രീതിയിലാണ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, പിന്നെ പബ്ലിക് ഓഫർ എൻ്റെ ഒബ്ജക്റ്റീവ് ഉദ്ദേശം എന്താണ്, പിന്നെ അവരുടെ ബിസിനസ് ലൊക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പിന്നെ റിസ്ക് ഫാക്ടർ പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് അവർ ഇഷ്യൂസ് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് ഫാക്ടർ, അതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ്, പ്രൊജക്റ്റിൻ്റെ, പിന്നെ അതിൻ്റെ പെൻഡിങ് ലീഗൽ ആക്ഷൻസ്, പിന്നെ പ്രോജക്റ്റിന് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിരിക്കണം. പിന്നെ മിനിമം സബ്സ്ക്രിപ്ഷൻസ് എത്ര എമൗണ്ടാണ് പ്രീമിയം പേയബിൾ അത് വ്യക്തമാക്കിയിരിക്കണം. പിന്നെ ഡയറക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ റെമ്യൂണറേഷൻ, പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് കമ്പനിക്ക് എങ്ങനെയാണ്, പിന്നെ അതുപോലെ റിപ്പോർട്ട്സ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, ഓഡിറ്റേഴ്സിൻ്റെ റിപ്പോർട്ട്, ഫിനാൻഷ്യൽ ഇൻഫർമേഷനിൽ പല രീതിയിലും ഉള്ള റിപ്പോർട്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് 5 വർഷത്തെ റിപ്പോർട്ട്, ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ റിപ്പോർട്ട്സ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കംപ്ലയിൻറ്റ്സ്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള റിപ്പോർട്ട്സും ഇവിടെ ഈ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണ് ഒരു ഇൻവെസ്റ്റർക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുക.